സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക, പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആണ്. ഏത് മൂലകത്തിന്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിന്റെ മാസ്? ഒരു പ്രോട്ടോണിന്റെ മാസ് ഏത് മൂലകത്തിന്റെ മാസിന് തുല്യമാണ്? ഹൈഡ്രജന്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിന്റെ മാസ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ. ഒരു ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഐസോടോപ്പ് കണ്ടെത്തിയത് ഫെഡറിക് സോഡിയാണ്. ഐസോടോപ്പ് കണ്ടെത്തിയത് ഫെഡറിക് സോഡി. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാർ. ഒരേ മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാർ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം റാഡോൺ ആണ്. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏതാണ്? റാഡോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ എന്ത് പേര് വിളിക്കുന്നു? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ 1 മൂലകം ഏതാണ്? അറ്റോമിക നമ്പർ 1 മൂലകം ഹൈഡ്രജൻ. അടുത്ത ചോദ്യം: സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ എത്രാം ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? പാലിയം സത്യാഗ്രഹത്തിന്റെ എത്രാമത്തെ ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? 100ാമത്തെ ദിവസമാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ 100ാം ദിവസം മരണപ്പെട്ടത് ആരാണ്? AG വേലായുധനാണ്. ഏതാണ് സത്യാഗ്രഹം? പാലിയം സത്യാഗ്രഹം. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇ ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇ ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 4 മുതൽ 10 വരെയാണ്. 4 മുതൽ 10 വരെ. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് നാരി ശക്തി പുരസ്കാരം. പുരസ്കാരത്തിന്റെ പേര് നാരി ശക്തി പുരസ്കാരം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തിയോ കടൽ തീരമോ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് മധ്യപ്രദേശ്. അന്താരാഷ്ട്ര അതിർത്തിയോ കടൽ തീരമോ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് മധ്യപ്രദേശ്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ സെക്ടർ. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ സെക്ടർ സർവീസസ് ആണ്. സർവീസസ്. സെക്കൻഡറി തല വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതി. സെക്കൻഡറി തല വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതി
രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം. അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം പർപ്പിൾ റിബൺ ആണ്. പർപ്പിൾ റിബൺ. ചുവപ്പ് കാവൽ സേന രൂപവൽക്കരിച്ചത് ആരാണ്? ചുവപ്പ് കാവൽ സേന രൂപവൽക്കരിച്ചത് ലെനിൻ ആണ്. ലെനിൻ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചതെന്നാണ്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത് 2014 ഓഗസ്റ്റിലാണ്. 2014 ഓഗസ്റ്റിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത്. മാധവിക്കുട്ടി, സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ ഏതാണ്? മാധവിക്കുട്ടി, സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥയാണ് നെയ്പായസം. കഥയുടെ പേര് നെയ്പായസം. മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി ആണ്. മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ട്രേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ട്രേറ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ട്രേറ്റ് ആണ് പത്തനംതിട്ട. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം. കുഞ്ചൻ ദിനം എന്നാണ്? കുഞ്ചൻ ദിനം മെയ് 5. കുഞ്ചൻ ദിനം മെയ് 5. മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 109(1). അനുച്ഛേദം 109(1). ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഗവൺമെന്റ് ബിൽ എന്നറിയപ്പെടുന്നു. മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് സ്വകാര്യ ബിൽ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. റാംസാർ കൺവെൻഷൻ. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം 2007. 2007. കുഞ്ഞാലി മരക്കാർ നാലാമൻ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? കുഞ്ഞാലി മരക്കാർ നാലാമൻ വധിക്കപ്പെട്ടത് ഗോവയിലാണ്. ഏത് യൂറോപ്യൻ ശക്തിയുമായിട്ടാണ് കൃഷ്ണദേവരായർക്ക് സൗഹൃദ ബന്ധമുണ്ടായിരുന്നത്? ഏത് യൂറോപ്യൻ ശക്തിയുമായിട്ടാണ് കൃഷ്ണദേവരായർക്ക് സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നത്? പോർച്ചുഗലാണ്. പോർച്ചുഗൽ. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം കാദംബരി. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008. 2008. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനേലി. HV കൊനേലി. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി മേഘാലയയിലാണ്. ചിറാപുഞ്ചി മേഘാലയയിൽ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. മലബാർ കലാപം ആസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. മലബാർ കലാപം ആസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാർ.
ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. രാജ് നാരായൺ ബോസ്. കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി എവിടെയാണ്? ബോംബെയിൽ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം ആരുടെ കൃതിയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ഇതിൽ ബംഗാൾ ഓർത്തു വയ്ക്കണം, സന്യാസി കലാപം ഓർത്തു വയ്ക്കണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആനന്ദമഠം. ഓരോ പോയിന്റും അറിഞ്ഞിരിക്കണം. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീലദർപ്പൺ ദീനബന്ധു മിത്രയാണ്. നീലദർപ്പൺ ദീനബന്ധു മിത്ര. ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉണ്ടായിരുന്നത് 8 താമരകളാണ്. 8 താമരകൾ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? മരത്തിൻ്റെ പേരിൽ ചെന്തരുണിയാണ്. ചെന്തരുണി വന്യജീവി സങ്കേതം. ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ. ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. വികിരണം. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. ശ്രീകാര്യം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല? എടയ്ക്കൽ ഗുഹ അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മല. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ്. ചുവപ്പ്. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? C.V. രാമനാണ്. C.V. രാമൻ. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം? ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജാ ഹരിചന്ദ്രയാണ്. രാജാ ഹരിചന്ദ്ര. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? ഭൂവൽക്കത്തിൽ അലൂമിനിയമാണ്. അലൂമിനിയം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയത് രാജസ്ഥാനിലാണ്. വർഷം 1959. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്? എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ഏത് സംസ്ഥാനത്താണെന്ന് കമന്റ് ചെയ്യുക. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി? വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 ആണ്. ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ചികിത്സാ സമ്പ്രദായം ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ്.
ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി നദിയാണ്. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്നത് കബനി നദി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട്. എൻ മകാജെ എഴുതിയത്? അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് എൻ മകാജെ. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് കമന്റ് ചെയ്യുക. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് അണുസംയോജനം. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ചതുപ്പ് പനി എന്നറിയപ്പെടുന്നത്? മലേറിയയാണ് ചതുപ്പ് പനി എന്ന് അറിയപ്പെടുന്നത്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി? ഡാം മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ്. കാർബൺ 14. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993 ആണ്. 1993. അവസാനത്തെ ചോദ്യം, ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.